സാറേ, CPM വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം മോദി സർക്കാർ ഫാസിസ്റ്റ് എന്നാണ്. ഇപ്പോൾ അവർ ചോദിക്കുകയാണ് അത് ആരാണ് പറഞ്ഞതെന്നാണ്. ബാലനാണ് ഈ പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. ഇത് ആരാണ് ഇത്തരം അപവാദങ്ങൾ പറഞ്ഞ് പരത്തുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ കരട് രേഖയിലാണ് അങ്ങനെ ഈ പരാമർശം പിൻവലിച്ച് പ്രസ്താവന വരുന്നത്. അങ്ങനെ മോദി സർക്കാർ അങ്ങനെ ഫാസിസം എന്നുമല്ല, സാധാരണ ഒരു സർക്കാരാണെന്ന് അവരുടെ പരാമർശം. പാർട്ടി തങ്ങളുടെ നിലപാടിൽ നിന്നും പുറത്തു വരികയാണോ? അതല്ല, ഇതൊരു തന്ത്രമാണ്. ഇവരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഫാഷിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ആൻറ്റി ഡെമോക്രാറ്റിക് ഫോഴ്സസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രകാശ് കാരാട്ടും യെച്ചൂരിയല്ല ഇത് തന്നെയാണ്. നാഴികയ്ക്ക് 40 വട്ടം BJP എന്ന് പറഞ്ഞാൽ അവർക്ക് കലിപ്പായിരുന്നു. കാരണം ഹിറ്റ്ലറുമായാണ് താരതമ്യം ചെയ്ത് ഹിറ്റ്ലറിൻ്റെ ഹിറ്റ്ലറിന് ഫിയറി സ്പീച്ച് ഉണ്ടായിരുന്നു. അതുപോലെയാണ് നരേന്ദ്രമോദി അതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തിന് അവിടെ ഗീബൽസ് ഉണ്ടായിരുന്നു. അതുപോലെയാണ് ഇവിടുത്തെ സെൻട്രൽ PRD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ PIB എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് റേഡിയോയിൽ ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ പോലും ഇത് പണ്ട് അവിടെ അന്ന് റേഡിയോ ഉണ്ടായിരുന്നു, ടെലിവിഷൻ ഇല്ലായിരുന്നു. ഇപ്പോൾ ടെലിവിഷൻ അന്ന് ടെലിവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഹിറ്റ്ലർ ടെലിവിഷൻ ഉപയോഗിച്ചത്. അതല്ല, റേഡിയോയെ ഉയർത്തിയെടുക്കുക, ജനകീയമായിട്ടുള്ള ഒരു യുബിക്വറ്റസ് മീഡിയമായിട്ടുള്ള സർവജന മാധ്യമമായിട്ടുള്ള റേഡിയോയെ അതിൻ്റെ ഏറ്റവും ഉയരത്തിലെത്തിച്ചത് മോദിയുടെ ഈ സ്പീച്ച് വഴിയാണ്. അല്ല അദ്ദേഹം വോട്ട് നേടാൻ വേണ്ടി നടത്തുന്നതോ യുദ്ധം നടത്താൻ വേണ്ടി യുദ്ധപറി കൊണ്ട് നടത്തുന്നതോ അല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് വേണമെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. പക്ഷേ അതിർത്തിയിൽ ഇനി വെടിനിർത്തൽ ഉണ്ടാകണമെന്നുള്ള ചർച്ചയിലാണ് പട്ടാള ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ചർച്ച നടന്നത്. ചൈനയുമായിട്ട് യുദ്ധമില്ല, ബംഗ്ലാദേശുമായിട്ട് യുദ്ധം ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ സൃഷ്ടിച്ചു വെച്ചതാണ്. ഒരു യുദ്ധമില്ലാതെ പോയി. അതുപോലെ തന്നെ മാലിദ്വീപ് ഒരു സാഹചര്യം അവരുണ്ടാക്കി. പക്ഷേ ഇന്ത്യ, വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യ അതിനൊന്നും പുറപ്പെട്ടു. നേപ്പാളുമായിട്ട് എല്ലാവരുമായിട്ട് സൗഹൃദം. ഈ മണിപ്പൂരിൽ നടക്കുന്ന കലാപത്തിനുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ബർമ്മയുമായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ആ അതിർത്തി കടന്നാണ് ഭീകരവാദം ഇന്ത്യയിലേക്ക് വരുന്നത്. എല്ലാം സമാധാനമായിട്ട് സഹിക്കുകയും പൊറുക്കുകയും ചെയ്ത, അല്ലാതെ യുദ്ധപറിയാനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ദ ടൈം ഫോർ വാർ. യുദ്ധത്തിനുള്ള സമയമില്ലാതെ സെലൻസ്കിയോട് പറഞ്ഞു, പുട്ടിനോട് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും പറഞ്ഞു, ഇസ്രായേലിനോടും പറഞ്ഞു, ഹമാസിനോടും പറഞ്ഞു. അല്ല, അങ്ങനെയാകുമ്പോൾ ഈ നയംമാറ്റം ഉണ്ടാകുമ്പോൾ എങ്ങനെയായിരിക്കും BJP-യോടുള്ള CPM-ൻ്റെ സമീപനം? അത് കോൺഗ്രസിന് വലിയ ആശങ്കയുണ്ട്. ഒന്നും വരാം. ഇപ്പോൾ ഇതിൻ്റെ കാര്യം ചുരുക്കം എന്താണെന്ന് പറയാം. ഇവർ ഈ കമ്മ്യൂണലിസ്റ്റ് ഫോഴ്സ് എന്ന് പറയാൻ കാര്യം ഊന്നി അവരുടെ നയരേഖയിൽ പറയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ, BJP-ക്കെതിരെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ക്രിസ്ത്യാനികളെ ഒക്കെ തിരിക്കണം. അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ പരമാവധി അവർ ആവിഷ്കരിച്ചു. ഒറീസയിലെ ഏതോ ഒരു മിഷണറി കൊല്ലപ്പെട്ടപ്പോൾ അവിടെ ആദിവാസികളാണ് കൊന്നത്, അവിടെ BJP-ക്കാരൊന്നും അല്ല കൊന്നത്. അവരുടെ ആ വിശ്വാസങ്ങൾക്ക് ഭീഷണിയായപ്പോൾ അവർ കൊന്നു. ആ വിശ്വാസങ്ങളെ മാറ്റിമറിക്കാൻ പോയപ്പോൾ അവർ കൊന്നു. അതാണ് സംഭവം. അദ്ദേഹം ഒരു പാവം മനുഷ്യനായിരുന്നു. അവർ അങ്ങനെ പല ഇംഗ്ലീഷുകാരുടെ കാലത്തും മിഷണറിമാർക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും BJP ഭരിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതല്ല. അവരുടെ വിശ്വാസങ്ങൾക്ക് മേൽ കുതിര കയറുമ്പോൾ ചില റിയാക്ഷൻസ് ഉണ്ടാവുന്നതാണ്. BJP-യുടെ ഭരണ ഫലമായിട്ടൊന്നുമല്ല. അപ്പോൾ അതെല്ലാം BJP കണ്ടോ, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം ഇല്ലാതെ ചെയ്യുകയാണ്. അവരെ ഉന്മൂലനാശം ചെയ്യുകയാണ് എന്നാ പറഞ്ഞു. ഗുജറാത്തിൽ അവിടെ ഗോദ്രയിൽ പച്ച ജീവനോട് ആൾക്കാരെ ചുട്ടുകരിച്ചപ്പോൾ, ട്രെയിനിലിട്ട് ചുട്ടുകരിച്ചപ്പോൾ, ലോകത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒന്നോ, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പോലും സംഭവിക്കാത്ത രീതിയിലൊന്നും, ഓഷ്വിറ്റ്സിൽ പോലും സംഭവിക്കാത്ത തരത്തിലുള്ള ക്രൂര ഹത്യകൾ നടന്നപ്പോൾ അതിനെതിരെ കണ്ണടച്ചവർ, അവിടെ ഗുജറാത്തിലെ ആൾക്കാർ സഹിക്കാൻ വയ്യാതെ പ്രതികരിക്കുന്നത് കണ്ടപ്പോൾ അതിനെ വലിയ കമ്മ്യൂണൽ കലാപമായിട്ട് കാണി. ഗുജറാത്തിലെ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇനിയും ചെയ്തുകൊണ്ടിരിക്കും വരുന്നത്. പിന്നെ ഒരിക്കലും ഗുജറാത്തിലൊരു കലാപം ഉണ്ടായിട്ടില്ല. അതുപോലെ ബാബറി മസ്ജിദ്, അത് ഒരു നിശ്ചലമായ പള്ളി, സക്രിയമല്ലാത്ത പള്ളി, പ്രാർത്ഥനകൾ നടക്കാത്ത പള്ളി. ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ? കാരണം അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഈ ബംഗാളിൽ വർഷങ്ങൾക്ക് മുൻപ് ബംഗാൾ ഭരിച്ചിരുന്ന കോൺഗ്രസ് ആണ്. പിന്നീട് ആ സ്ഥലത്തേക്കാണ് CPM വളർന്നു വരുമ്പോൾ കോൺഗ്രസ് CPM-ഉം തമ്മിൽ വലിയ ഈ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോഴും ബംഗാളിലെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ തുടക്കം എവിടെയെന്ന് ചികഞ്ഞു പോകുമ്പോൾ ഇതാണ് കോൺഗ്രസും അതോടൊപ്പം CPM-ഉം തമ്മിലുള്ള ആ സംഘർഷത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പക്ഷേ പുതിയ മുഖങ്ങൾ വരുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വരുന്നു, BJP വരുന്നു. പക്ഷേ സംഘർഷങ്ങളുടെ തുടക്കം ആ മേഖലയിലാണ്. അങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഇപ്പോൾ അവിടെ ഒരുമിച്ച് മത്സരിക്കുകയാണ്. കോൺഗ്രസ് CPM ഇന്ന് ഒറ്റക്കെട്ടാണ്.
അതുപോലെ ഒരു മാറ്റം BJPയും ഈ നമ്മുടെ CPM തമ്മിൽ എവിടെയെങ്കിലും യോജിക്കുമോ? തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഫാഷിസ്റ്റ് കോൺഗ്രസ് എന്നാണ് അവർ പറഞ്ഞിരുന്നത്. നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവിനെ മൂരാച്ചി എന്നാണ് വിളിച്ചിരുന്നത്. സുഭാഷ് ചന്ദ്രബോസിനെ കളിയാക്കിയിരുന്നു അദ്ദേഹം. കാർട്ടൂണുകൾ വരച്ച് അദ്ദേഹത്തെ കളിയാക്കിയിരുന്നു. ജർമ്മനിയുടെ കാല് നക്കി എന്നൊക്കെ വിളിച്ചിരുന്നു, ഷൂ നക്കി എന്നൊക്കെ വിളിച്ചിരുന്നു. തരാതരം പോലെ അവർ വിളിച്ചിരുന്നു. ഇന്ന് വിളിക്കില്ല. അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കളയും ഏറ്റവും വലിയ ഫാഷിസ്റ്റ് ശക്തിയാണ് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞിരുന്നു. BJPയോടൊപ്പം നിന്നുകൊണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞത്, ജനസംഘത്തിനോടൊപ്പം വന്നേരം. പിന്നെ ജനതാ പാർട്ടി ഉണ്ടായപ്പോൾ അതിനോടൊപ്പം BJP നേതാക്കളോടൊപ്പം വേദികൾ പങ്കുവച്ചിട്ടുണ്ടല്ലോ അവരെ ധാരാളമായിട്ട്. ചിത്രങ്ങൾ തന്നെ ഉണ്ടല്ലോ, EMSഉം അതെ അദ്വാനി. അന്ന് അതിനെ എതിർത്തിരുന്നത് CPI എന്ന് പറയുന്ന കക്ഷി മാത്രമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് ഇപ്പോഴും ഉണ്ട്, ജീവനോടുണ്ട്. ആ CPI ഇപ്പോഴും എതിർക്കുക. കാരണം ഇത്തരം നിലപാടിൽ തെറ്റായ നിലപാടാണ്. മോദി സർക്കാർ ഫാസിസ്റ്റ് ആണെന്ന് നിരന്തരം പറയുകയാണ് CPI. അന്നിപ്പോൾ നേരെ തിരിഞ്ഞു, ടേബിൾസ് ഇപ്പോൾ തിരിഞ്ഞു. അന്ന് CPI പറഞ്ഞത് കോൺഗ്രസിൻ്റെ വാലിൽ തൂങ്ങി നടക്കുന്ന പാർട്ടിയാണ്. അന്ന് CPM പറഞ്ഞത് കോൺഗ്രസിൻ്റെ വാലിൽ തൂങ്ങി നടക്കുന്ന പാർട്ടിയാണ് CPI എന്നാണ്. ഇപ്പോൾ CPI നേരെ തിരിച്ചായി. ഫാഷിസ്റ്റാണ് ഇന്ദിരാഗാന്ധി എന്ന് അവരെ അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ നേരെ തിരിഞ്ഞിട്ട് BJPയെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ, അവർക്ക് പ്രശംസ കൊടുത്തപ്പോൾ തിരുത്തേണ്ടി വരും, ഫാഷിസ്റ്റ് നമുക്ക് മറക്കാൻ പറ്റില്ല, CPMന് തിരുത്തേണ്ടി വരുമെന്നാണ് ബിനോയ് വിശ്വം പഠിപ്പിക്കുന്നത്. അദ്ദേഹം കേട്ടാൽ തോന്നുന്നു അദ്ദേഹമാണ് മാർക്സിസ്റ്റ് ആചാര്യൻ. ഇപ്പോൾ BJPയോട് കടുത്ത വിരോധം അന്നും അവർ പുലർത്തിയിരുന്നു. ജനസംഘത്തിനെതിരായിട്ടാണ് ഞങ്ങൾ കോൺഗ്രസുമായിട്ട് കൂട്ടുകൂടുന്നതെന്നാണ് പറയുന്നത്. ഇന്ന് ആ നയം, ആ ലൈൻ, പൊളിറ്റിക്കൽ ലൈൻ സ്വീകരിച്ചിരിക്കുന്നത് ആരാണ്? CPM ആണ്. ഇനി ഒരു കാര്യം കൂടി കേൾക്കൂ. EMS നമ്പൂതിരിപ്പാട് ജനതാ പാർട്ടി ജയിച്ചപ്പോൾ പറഞ്ഞത്, CPIയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞത്, ഞങ്ങളുടെ രാഷ്ട്രീയ ലൈനാണ് ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നു. പറഞ്ഞ വാക്യം ഇത് തന്നെ, ഡിറ്റോ. ഞങ്ങളുടെ രാഷ്ട്രീയ ലൈനാണ് ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്, കോൺഗ്രസിനെ എതിർക്കുന്നത്. ഇന്നിപ്പോൾ തിരിഞ്ഞെങ്ങനെ വന്നിരിക്കുന്നു, കോൺഗ്രസുമായിട്ട് സഖ്യം മുഷിയില്ല എന്നുള്ള ഘട്ടത്തിലെത്തി. അതപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ. അവരുടെ ഈ ആദർശവാദങ്ങൾക്കും പ്രത്യയശാസ്ത്രത്തിനുമുള്ള ആ ഒരു ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ വന്നിട്ട് നമ്മൾ കാണുന്ന കാര്യം, എന്തിനാണ് ഈ BJP ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കക്ഷിയാണ്, ജനാധിപത്യപരമായിട്ട് ഭരണം നടത്തുന്നത് എന്ന് പറയുന്നത് എന്നാണെങ്കിൽ വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം BJPയെ ഇങ്ങനെ ഒരു പേപ്പട്ടിയായിട്ട് ചിത്രീകരിച്ച് തല്ലിക്കൊന്നു കളയാം, BJPയെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കി കളയാം. അങ്ങനെ കമ്മ്യൂണലായിട്ടുള്ള ഒരു ഫോഴ്സസിൻ്റെ ഒരു വലിയ ശക്തി ഉണ്ടായിക്കഴിയുമ്പോൾ, വർഗീയമായിട്ടുള്ള ഒരു എതിർപ്പ് വന്നു കഴിയുമ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതായിക്കൊള്ളും എന്നുള്ള ഒരു ധാരണയിലായിരുന്നു അവർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചറിഞ്ഞു അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ പാർട്ടിയിലുള്ള ഹിന്ദുക്കളും കൂടി BJPയിലേക്കും കോൺഗ്രസിലേക്കും പോവുകയാണ്. അതാണ് അവർ അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സഖ്യം എന്ന് പറയുന്നത്, അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവാതെ പറ്റില്ല എന്ന് മനസ്സിലായി. ആ കോംപ്രമൈസ് തന്നെയല്ല, പലതരത്തിലും ഈ കേരളത്തിൻ്റെ കള്ളത്തരങ്ങൾക്കൊന്നും കൂട്ടു നിൽക്കാൻ കേന്ദ്രം തയ്യാറാവുന്നില്ല. KV തോമസിനെ വെച്ചിട്ടൊന്നും ഒരു ഫലവും ഉണ്ടാകുന്നില്ല. വയനാട് പോലുള്ള കാര്യങ്ങളിൽ ഒക്കെ കേന്ദ്രത്തിനോട് ഒട്ടി നിന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ സഹായങ്ങൾ കിട്ടാമായിരുന്നു ഒരു വിചാരമുണ്ട്. അല്ലെങ്കിൽ കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ ഈ ആജീവനാന്ത കാലം BJPയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായി. അതിനെ അപ്പോൾ തെറ്റായിട്ടുള്ളൊരു കാപട്യം, ഒരു കപട പ്രചാരണമാണ് ഇവർ മനഃപൂർവ്വം നടത്തിക്കൊണ്ടിരുന്നത്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? ഭരണഘടന എടുത്താൽ കളയും, ഭരണഘടന എടുത്ത് കളയാനാണ് പോകുന്നത്. എന്നിട്ട് മനുവാദം ഇവിടെ നടപ്പിലാക്കും, മനുസ്മൃതിയായിരിക്കും ഭരണഘടന. ഫാർ ഫ്രം ദാറ്റ്. ഇവർ ഒരൊറ്റ സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലും പിരിച്ചുവിട്ടിട്ടില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ജനാധിപത്യപരമായിട്ടാണ് ഭരണം നടത്തുന്നത്. ഇവർ ഈ ഫാഷിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് ഫാഷിസമാണ്? അത് കുറേ ബുദ്ധിജീവികളെല്ലാം പറയുന്നുണ്ട്, കമ്മ്യൂണലിസ്റ്റ്, ഫാഷിസ്റ്റ്, മെജോറിറ്റേറിയൻ റൂൾ എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് കാര്യമാണ് കോൺഗ്രസ് കാണിച്ചതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും അത്രയും പോലും കാണിച്ചോ? ഒരടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈ കർഷക പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് വേണമെങ്കിൽ പ്രഖ്യാപിക്കുക ചെയ്തിട്ടുണ്ടോ? ബംഗാൾ ഗവൺമെൻറ്റിനെ പിരിച്ചുവിടേണ്ട സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്, പിരിച്ചുവിട്ടോ? കേരള ഗവൺമെൻറ്റിനെ തന്നെ ഗവർണർക്കെതിരെ സമരം നടത്തിയ SFIയുടെ പേരിൽ പിരിച്ചുവിടാമായിരുന്നു, പിരിച്ചുവിട്ടോ? മണിപ്പൂർ അസംബ്ലിയെ തന്നെ സസ്പെൻഡഡ് ആനിമേഷനിൽ നിർത്തിയിരിക്കുക. ഏത് സമയത്തും ഒരു മുഖ്യമന്ത്രി വരാം. ആദ്യമായിട്ട് അവരെ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം അതാണ്. അതുപോലും ശാശ്വതമല്ല, അവിടെയും വീണ്ടും ജനാധിപത്യം വരാൻ പോവുകയാണ്.
ആ തരത്തിലാണ് കാര്യങ്ങൾ അല്ല, നീങ്ങുന്നത്. ജനങ്ങളോടൊപ്പം ഈ CPM എങ്ങനെയായിരിക്കും ഇനി പോയി സംസാരിക്കുക? പതുക്കെ മോദിയെ നിരന്തരം വിമർശിച്ചിട്ട് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ മോദി മികച്ചവനാണെന്ന് പറയുമ്പോൾ എന്നോടൊരു ആൾ പറഞ്ഞു, 2 BJPയിലും ഇല്ല, കോൺഗ്രസ് പിന്നെ CPMലും ഇല്ല. അദ്ദേഹം പറഞ്ഞു പതുക്കെ നോക്കിക്കോളൂ, BJPയും CPM തമ്മിലുള്ള ഒരു ബാന്ധവം വരും, അവർ തമ്മിലുള്ള ഐക്യം വരും. ആ രീതി ഇപ്പോഴത്തെ കോൺഗ്രസ്സിലോ അടുത്ത കോൺഗ്രസ്സിലോ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഭാവിയിൽ CPMന് നിലനിൽക്കണമെങ്കിൽ BJPയുമായിട്ട് ചേർന്ന് പോകേണ്ട ഒരവസരം വരും. പക്ഷെ ആശയപരമായി രണ്ട് തട്ടിലാണല്ലോ. കോൺഗ്രസ്സുമായിട്ടും അങ്ങനെയാണല്ലോ. ഇതിപ്പോൾ കോൺഗ്രസ് പോലെ തന്നെയാണ് BJP എന്നാണ് ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത്. പിന്നെ ഐക്യം ഉണ്ടാകുന്നതിന് എന്താ തടസ്സം? കേരള കോൺഗ്രസിൻ്റെയുമായിട്ട് ഐക്യം ഉണ്ടാവുമെങ്കിൽ കോൺഗ്രസുമായിട്ടും ഐക്യം ഉണ്ടാവാം. എല്ലാം മുതലാളിത്തവാദിയിൽ ചലിക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് BJPയുമായിട്ട് ഇനി ഐക്യം അകലെയല്ല എന്നുള്ളത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പോഴവർ തമ്മിലൊന്നുമില്ല, അത് കോൺഗ്രസ് പറയുന്ന പോലെ അങ്ങനെ തരത്തിലുള്ള ഡീലില്ല. പക്ഷേ ആ രീതിയിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന, അതിന് തടസ്സങ്ങളില്ലാതാക്കുന്ന, ആ പാത സുഗമമാക്കുന്ന ഒരു നയരേഖയാണ് ഇത്. അതാണ് സത്യം.